നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. പക്ഷേ ആ സ്നേഹം എങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റണം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി എന്നാണ് നബി പഠിപ്പിച്ചത്. ആരാണോ എൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നത് അവനാണ് എന്നെ സ്നേഹിച്ചവൻ. അപ്പോൾ പ്രവാചക സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ പിൻപറ്റലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ സ്വീകരിക്കലാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് താടി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നബിനോട് സ്നേഹം ഉണ്ടെന്നാ. നമ്മളെ പാൻറ്റ് ഞെരിയാണ്ട് മുകളിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം ഉണ്ടെന്നതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പം നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ. ഒരു വിശ്വാസി വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ സാധാരണ പറയാറുള്ള പ്രയോഗം ആ കട്ടിലിലേക്ക് ഉറങ്ങാൻ വേണ്ടി ചെല്ലുന്നത് വരെയുള്ള സമയം എത്രയോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അപ്പോൾ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിട്ട് നമ്മൾ അംഗീകരിക്കണം. അത് പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് മുഴുവനും സത്യമാണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ അംഗീകരിക്കണം. ചില ആൾക്കാർ കുറച്ച് മാത്രം സ്വീകരിക്കും, അത് പാടില്ല. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. നാലാമത്തെ ഒരു പോയിന്റ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കൈയൊഴിയും വേണം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം. ഈ സ്നേഹത്തിലേക്കാണ് സമസ്തൻ്റെ ആൾക്കാരും മറ്റുള്ള എല്ലാ സഹോദരങ്ങളും വരേണ്ടത്. ഈ ഒരു മാർഗ്ഗം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് പരലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.